ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. അപ്പം മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിലേക്കും പ്രീ മാർക്കറ്റിലേക്കും എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ഒന്നും പറയാനില്ല. എന്ത് കാരണം കൊണ്ടാണ് മാർക്കറ്റ് വീണതെന്ന് എല്ലാവർക്കും ഡൗട്ടാണ്. സെബിയുടെ റൂൾസ് കൊണ്ടാണോ അതോ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്നുള്ളത് ആൾക്കാർ കൺഫ്യൂഷനാണ്. ഞാൻ പറയുന്നത് യുദ്ധത്തിൻ്റെ ആ പ്രശ്നം കൊണ്ട് തന്നെയാണ് മാർക്കറ്റ് വീഴാൻ കാരണം. സെബിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് വീഴാനുള്ള സാധ്യത കാരണം സെബിയുടെ റൂൾസ് ശരിക്കും സത്യത്തിൽ ആഴത്തിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് പറയുന്നില്ല. തൽക്കാലം ഞാൻ അതിനെപ്പറ്റി ഒരു വളരെ വിശദമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഓരോ പോയിൻറ്റും എടുത്തു പറഞ്ഞ് ഞാനൊരു വീഡിയോ കഴിവതും നാളെ തന്നെ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം എടുപിടി നമ്മൾ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകത്തില്ല. അപ്പം കറക്റ്റായിട്ടൊരു കാരണ സഹിതം നമുക്ക് എന്തുകൊണ്ടത് ഗുണമാകും, എന്തൊക്കെ ദോഷങ്ങളുണ്ടാകും എന്നുള്ളത് കാരണ സഹിതം ഞാനത് പറയാൻ എൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി വെച്ചേക്കുകയാണ്. അപ്പം കഴിവതും നാളെ തന്നെ ആ വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അപ്പം അത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ എന്തായാലും ഒരു പൊട്ടലുണ്ടായി. ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ, ഏകദേശം 170 പോയിൻറ്റ് ഒരു ഗ്യാപ് ഡൗണിലാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയത് ഇല്ലേ. 170 പോയിൻറ്റ് മാർക്കറ്റ് ഓപ്പൺ ആയതിന് ശേഷം താഴോട്ട് വരുന്ന പ്രതീതി കാണിച്ചെങ്കിലും മാർക്കറ്റ് ടെമ്പററി ആയിട്ട് മുകളിലോട്ട് പോയി. സത്യം പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ട്രാപ്പ് തന്നെയായിരുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയോ? കഴിഞ്ഞ ദിവസം തലേ ദിവസം PE വാങ്ങിച്ച് വെച്ചിരിക്കുന്ന ധാരാളം ആൾക്കാർ, ഞാൻ ഒരു പ്രാവശ്യം ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഞാൻ ഒന്നുകൂടെ അങ്ങ് പറയുകയാണ്. PE വാങ്ങി വെച്ചിരിക്കുന്ന ധാരാളം ആൾക്കാർ കാണും ഇല്ലേ, അവർ ഉണ്ട്. പിന്നെ പുട്ട് സെല്ല് ചെയ്തേക്കുന്ന ആൾക്കാരും ധാരാളം കാണും ഇല്ലേ, അല്ലെങ്കിൽ സെല്ല് ചെയ്തേക്കുന്നത് ധാരാളം കാണും. 3 കൂട്ടർ ആൾക്കാരല്ലേ. നമ്മൾ പുട്ട് ബൈ ചെയ്തവരുണ്ട്, സെല്ല് ചെയ്തവരുണ്ട്, പുട്ട് സെല്ല് ചെയ്തവരുണ്ട്. 3 ടൈപ്പിലുള്ള ആൾക്കാർ തലേ ദിവസം മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇല്ലേ, പൊസിഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും എന്താ സംഭവിക്കുന്നത് നോക്കാം. ഫസ്റ്റ് കാര്യം നമ്മൾ ഓപ്ഷൻ ബയർ എടുക്കുക. ഓപ്ഷൻ ബയർ പുട്ട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അവരെന്തോ ചെയ്യും? ഇത്രയും 170 പോയിൻറ്റ് ഹ്യൂജ് ഗ്യാപ് ഡൗൺ ഞാനടക്കം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പുട്ട് സെല്ല് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കയ്യിലിരിക്കുന്ന പുട്ട് വിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റ് മേലെ അവിടെ ഒരു ബൈയിങ് പ്രഷർ വരുന്നു ഇല്ലേ. ഒരു ബൈ ആണ് അവിടെ നടക്കുന്നത്. പുട്ട് വിൽക്കുമ്പം അവിടെ ഒരു ബൈ ആണ് നടക്കുന്നത് ഇല്ലേ. അപ്പം ബൈ ചെയ്യുമ്പോൾ ആൾക്കാരെല്ലാം കൂടെ ഒന്നിച്ച് ബൈ ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റ് പതുക്കെ മേലോട്ട് കയറാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ മാർക്കറ്റ് മേലോട്ട് കയറുന്നത്. ഗ്യാപ് ഡൗണിൻ്റെ ഹ്യൂജ് ഗ്യാപ് ഡൗൺ വരുമ്പം ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ മുകളിലോട്ട് പോകുന്നത് വളരെ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഒരു 80% കേസിലും ഗ്യാപ് ഡൗൺ ഓപ്പൺ ആകുമ്പോൾ മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ തിരിച്ചു കയറും. അതിൻ്റെ മെയിൻ കാരണം ഇതാണ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുട്ട് ആൾക്കാർ വിൽക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇതിൻ്റെ ആക്കം കൂട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ല് ചെയ്ത ആൾക്കാർ കാണും അല്ലേ. സെല്ല് ചെയ്ത ആൾക്കാർ കാണും. ഈ സെല്ല് ചെയ്ത ആൾക്കാർ ഇവിടെ എന്ത് ചെയ്യും? വിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ വീണ്ടും ഒരു ബൈ പ്രഷർ വരും ഇല്ലേ. സെല്ലേഴ്സ് സെല്ല് ചെയ്തു, അവരവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അവരുടെ ഓൾറെഡി പ്രീമിയം 0 ആവും ഇവിടെ ഇല്ലേ. 0 ആകുമ്പോൾ അവർ ഓൾറെഡി അവിടെ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ അവിടെ വീണ്ടും ഒരു ബൈയിങ് പ്രഷർ വരും. ഈ 2 സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇനി പുട്ട് സെല്ല് ചെയ്തവരെന്ത് ചെയ്യും? പുട്ട് സെല്ല് ചെയ്തവർ അവർക്ക് ഹ്യൂജ് ലോസ് വന്നില്ലേ. ഹ്യൂജ് ലോസ് വന്നപ്പോൾ അവരെന്ത് ചെയ്യും? അവർ ഹയർ സ്ട്രൈക്കിൽ വീണ്ടും അവിടെ റീ എൻട്രിക്ക് ശ്രമിക്കും. ഹയർ സ്ട്രൈക്കിൽ അവർ നഷ്ടം കവർ ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യും? പുതിയ പുട്ട് അവർ ക്രിയേറ്റ് ചെയ്യുമ്പം പിന്നെ അവിടെ എന്ത് ചെയ്യും? മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സിനാരിയൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇങ്ങനൊരു കയറ്റത്തിൻ്റെ കാരണം. അതിനുശേഷം മാർക്കറ്റ് വിചാരിച്ച പോലെ തന്നെ സാധനം നേരെ താഴോട്ട് വന്നു. അപ്പം നമ്മൾ ഈ ഒരു സംഭവം കണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കാര്യം മനസ്സിലാവും. ഫ്യൂച്ചർ കണ്ടോ? ഈ ഫ്യൂച്ചർ അതിലൂടെ നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഒരു ട്രെൻഡ് ലൈൻ വരുന്നില്ലല്ലോ. അതാ ട്രെൻഡ് ലൈൻ കണ്ടോ? കറക്റ്റായിട്ട് ഈ ട്രെൻഡ് ലൈൻ ക്രോസ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ അവിടുന്ന് തിരിച്ച് റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് നേരെ താഴോട്ട് വന്നു അല്ലേ. കറക്റ്റ് അല്ലേ? അപ്പം
അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ അധികം ട്രെൻഡ് ലൈനുള്ള ഞാൻ പ്രത്യേകം പറഞ്ഞു ട്രെൻഡ് ലൈൻ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. പല പ്രാവശ്യം നമ്മളിപ്പോൾ എത്ര ഈ ഒറ്റ ഫ്യൂച്ചറിൻ്റെ ലൈനിൽ തന്നെ നമ്മൾ എത്ര ട്രേഡ് എടുത്തു നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവിടുന്ന് മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു. ഓക്കെ, അതിനുശേഷം എന്ത് സംഭവിച്ചത്? മാർക്കറ്റ് പിന്നെ ഒരു വൺ സൈഡ് റാലി ഇത് മാർക്കറ്റ് താഴോട്ട് വന്നു. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് വരുന്നു, ചെറുതായിട്ട് കയറുന്നു, പിന്നെയും വരുന്നു, പിന്നെ കയറുന്നു, പിന്നെയും വരുന്നു, പിന്നെയും കയറുന്നു, അങ്ങനെ താഴെ വന്ന് കറക്റ്റായിട്ട് നമ്മൾ വരച്ച ലൈൻ 12,961 ഒരു സപ്പോർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇത് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് ഇതാണ്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഓപ്പണിങ് ഈ സപ്പോർട്ട് ഇതാണ്. അതിനുശേഷം അടുത്ത സപ്പോർട്ട് ഇതാണ്. നമ്മൾ വരച്ച് ക്ലിയറായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സ്പോട്ടിനകത്ത് നോക്കാം എന്താ സംഭവിച്ചാണ്. സ്പോട്ടിനകത്ത് നോക്കിക്കേ, ഞാൻ പറഞ്ഞിരുന്നു മാക്സിമം സപ്പോർട്ട് 13,000 ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 13,000 അവിടെ ഒരു ബേസ് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു 3-4 ആഴ്ചയ്ക്ക് മുമ്പ് സംഭവിച്ച സിനാരിയോ ഇതല്ല അല്ലേ? കറക്റ്റായിട്ട് നമ്മൾ വരച്ച അതേ ലൈന് 12,885 സ്പോട്ട് അവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് നേരെ റിവേഴ്സ് ചെയ്തു. ഞാൻ ഇവിടുന്ന് റിവേഴ്സ് ചെയ്തപ്പോൾ ഞാൻ കറണ്ട് സ്ക്രീൻഷോട്ട് അടക്കം 2 ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിരുന്നു. ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാതെ ഇവിടുന്ന് ആൾക്കാർ കുറച്ച് പേര് ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ടുണ്ട്. ട്രേഡ് എടുത്ത് അവർ പ്രോഫിറ്റിലിറങ്ങി. നിങ്ങളെടുത്തവരൊന്ന് കമൻറ്റ് ചെയ്ത് നമ്മുടെ രണ്ടാമത്തെ യൂട്യൂബിൻ്റെ ഗ്രൂപ്പിനകത്തിൽ ഈ ട്രേഡ് എടുത്ത് വിജയിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ, എന്നറിയാൻ വേണ്ടി. കറക്റ്റായിട്ട് ഞാനിതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ടായിരുന്നു. ഇവിടുന്ന് നമുക്ക് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ട്രേഡ് എടുത്ത് വിജയിച്ചവർ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം. അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈൻ ഈ ട്രെൻഡ് ലൈൻ പൊട്ടിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഇവിടുന്ന് മാർക്കറ്റ് ഈ ഏരിയ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യും എന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ സംഭവിച്ചു. ഇവിടെയും ട്രേഡ് എടുത്തവർക്ക് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ കാണുന്നവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഓക്കെ, നിങ്ങൾക്ക് ട്രേഡ് അത് ഈ പറഞ്ഞ ലെവലുകൾ ഉപകാരമായോ ഇല്ലയോ, ഈ ഇവിടുന്ന് താഴോട്ട് വരുന്നത് ഈ റിവേഴ്സൽ രണ്ടും കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരമായോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ച കാര്യം. അപ്പം ഇത് സെബിയുടെ പ്രശ്നം കൊണ്ടാണ് യുദ്ധത്തിന് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യുദ്ധത്തിൻ്റെ ഭീതിയാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അപ്പം നാളെ ഇനി വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ഇങ്ങനെ ഗ്ലോബൽ അൺസർട്ടനിറ്റി ഉള്ള സമയത്ത് ഒരിക്കലും നമ്മുടെ ചാർട്ടുകൾക്ക് പരിമിതിയുണ്ട്. കാരണം അവിടെ ഒരു ഭയങ്കര അടുന്നങ്ങാണ്ട് 15,000 കോടിയും കൊണ്ടാണ് FIS വിറ്റേക്കുന്നത്. മനസ്സിലായി? FIS വിറ്റത് 15,000 കോടിയാണെങ്കിലും പിന്നെ DAS അങ്ങോട്ട് 12,000 കോടിക്കങ്ങാണ്ട് വാങ്ങിച്ചെന്ന് തോന്നുന്നു. എന്നിട്ടും മാർക്കറ്റ് താഴെ പോയി. കാരണം എന്താ? റീറ്റെയിലേഴ്സ് പാനിക്കാണ്. മനസ്സിലായോ? പാനിക്കായതുകൊണ്ടാണ് അവർ പിന്നെ മാർക്കറ്റ് താഴെ പോയത്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള മാർക്കറ്റുകളിൽ നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ പരിപാടി. നമ്മൾ മാറി നിൽക്കുക. ഒരു ട്രേഡ് വല്ലതും എടുത്ത് അത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രേഡ് ചെയ്യാനേ പാടില്ല. ഇങ്ങനെയുള്ള മാർക്കറ്റ് നമുക്കൊരു നമ്മുടെ പ്ലാനുകളൊന്നും വർക്ക് ചെയ്യത്തില്ല. മനസ്സിലായി? നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇതിപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലാണ് നമുക്ക് ഇങ്ങനെ ഒരു സിനാരി കിട്ടി. ചിലപ്പോൾ ഇവിടുത്തെ പൊട്ടി താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് പ്രോബബിലിറ്റി നമ്മൾ പറയുന്നത്, സാധ്യതകളാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറയും. ഇത്രയും വീണിട്ടാണ് നമുക്ക് ഒരു സാധ്യത കിട്ടി. കാരണം ഇതൊന്നും റെസ്പെക്ട് ചെയ്തില്ല. ഇവിടെ ഇതൊന്നും റെസ്പെക്ട് ചെയ്തോ ഇല്ല. എല്ലാം പൊട്ടിച്ച് താഴെ വന്നിട്ട് അവസാനത്തെ ആശ്വാസ തുരുത്തായിരുന്നു ഇത്. ഇല്ലേ? ഇവിടുന്ന് റിവേഴ്സ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നേരെ മേലോട്ട് പോയപ്പോഴും ഈ ഫ്യൂച്ചറിന് അവിടുത്തെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ നമുക്ക് ഒരു റിവേഴ്സൽ ഉണ്ടോ ഇല്ലെന്നുള്ള കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞ് നമുക്ക് കിട്ടി. ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നു പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ട്രേഡ് എടുത്ത് താഴോട്ട് കിട്ടി നമുക്ക്. അപ്പം ഇങ്ങനെയുള്ള മാർക്കറ്റിൽ കഴിവതും നമ്മൾ മാറി നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാനുള്ളൂ. കാരണം നമ്മുടെ രീതിക്ക് മാർക്കറ്റ് ഒരിക്കലും വരത്തില്ല. അപ്പം നാളെ ഇനി എന്താ സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നാളെ എന്തായാലും ഇത് സപ്പോർട്ട് എടുത്തു. അപ്പം ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ സംഗതി ഈ വശപ്പശകാരിക്കും. ഓക്കെ, ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അതായത് 12,885 പൊട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തത് 12,790. ഓക്കെ, ഇത് പൊട്ടിയാൽ 12,790. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാളത്തെ കാര്യം ചിന്തനീയം ആണ്. 12,600 അടുത്ത സപ്പോർട്ട്. അതുകൂടെ വേണം ഞാൻ വരച്ചിട്ടേക്കാം. ഓക്കെ, അടുത്ത 12,600. ഇതിനിടയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റോപ്പ് കാണാനുള്ള സാധ്യത. എന്നിട്ട് നമുക്ക് ലൈവ് മാർക്കറ്റ് നോക്കാം എന്ത് സംഭവിക്കുന്നുള്ള കാര്യം. നാളെ വെള്ളിയാഴ്ചയാണ്, പള്ളി ചിലപ്പം പോവും. അത് അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇനി രാവിലെ നമുക്ക് നോക്കാം. അപ്പം ഇത് തിരിച്ച് കയറുവാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇതിനകത്തിലാണല്ലോ നിൽക്കുന്നത്. തിരിച്ച് കയറുവാണെന്നുണ്ടെങ്കിൽ 1.5 കയറ്റമായിരിക്കും. നാളെ ഏതെങ്കിലും കാരണവശാൽ ഇന്ന് രാത്രി അടിയൊന്നും നടന്നില്ല, ഒരു പോസിറ്റീവ് സെൻറ്റിമെൻസാണ്. അമേരിക്കൻ മാർക്കറ്റും
പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നോക്കിക്കോട്ടെ. അമേരിക്കൻ മാർക്കറ്റ് ഫ്യൂച്ചർ ഡൗണിൽ തന്നെയാണ് നിൽക്കുന്നത്. 170 ഒക്കെ ഫ്യൂച്ചർ ഡൗണാണ് ഡോ ജോൺസ്. അപ്പോൾ പിന്നെ ഒന്നും പറയണ്ടെന്ന് തോന്നുന്നു, അറിയത്തില്ല. എനിവേ രാത്രി ഇന്ന് സംഭവിക്കാം. അപ്പോൾ രാത്രിയിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റമാണ് US മാർക്കറ്റെങ്കിൽ നമുക്ക് നാളെ ഒരു ഗ്യാപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീണതിൻ്റെ അതേ സ്പീഡിൽ തന്നെ ഈ സംഭവം തിരിച്ചു പറക്കും. അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ടും ട്രേഡ് എടുക്കുക. എന്ത് സംഭവിക്കുമെന്ന് നാളെ രാവിലെ രാത്രിയിലത്തെ US മാർക്കറ്റിൻ്റെ ഇത് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തുള്ളൂ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നാളെ. അപ്പം അതനുസരിച്ച് ട്രേഡ് ചെയ്യുക. എങ്കിലും ഞാൻ വരച്ചിട്ടേക്കാം. ഇവിടുന്ന് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയ പോലെ ഈ വീണ പോലെ തന്നെ മാർക്കറ്റ് തിരിച്ച് കയറി. ഞാൻ ഇവിടുന്ന് ചുമ്മാ വരച്ചിട്ടേക്കാം ഇങ്ങോട്ട്. പക്ഷേ നമ്മൾ ഒരർത്ഥവും ഇല്ലാതായി വരയ്ക്കുന്നത്. കാരണം വെച്ചാൽ നമുക്കൊരു ഉറപ്പില്ലല്ലോ. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ കിടക്കട്ടെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യും. കാരണം നമുക്കൊരു കൺഫർമേഷൻ ഇല്ല. നമ്മൾ ചുമ്മാതെ വരച്ചിട്ട് കാര്യമില്ല. ചുമ്മാതെ ആരെങ്കിലും പ്രീണിപ്പിക്കാനോ നിങ്ങളെ സന്തോഷിപ്പിക്കാനോ വരച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം നമുക്ക് ഈ വരയ്ക്കുന്നത് യാതൊരു അർത്ഥവും ഇല്ല. കാരണം നമ്മുടെ ഈ വരയ്ക്കൊന്നും യാതൊരു വാലിഡിറ്റിയും കാണത്തില്ല. രാത്രി എന്തെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പടക്കം പൊട്ടിക്കുകയോ മിസൈൽ വല്ല വീണ് കഴിഞ്ഞാൽ ഈ വരയ്ക്കൊന്നും യാതൊരു അർത്ഥവും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് വരച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇന്ന് രാത്രി ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നാളെ പറക്കും, ഉറപ്പാണ്. ഗ്യാപ്പ് ആയിരിക്കും നാളെ. ഇല്ലയെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചു വരും. അപ്പോൾ നാളെ നമുക്ക് മാർക്കറ്റ് കണ്ടറിയാം എന്ത് സംഭവിക്കുന്നുള്ള കാര്യം. ഓക്കെ, അപ്പം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. എല്ലാവരും ഇത് മറ്റുള്ളവർക്ക് എത്തിക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതി രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.